നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 11ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓം പഞ്ചതന്മാത്രസായകായേ നമഃ. ഓം പഞ്ചതന്മാത്രസായകായേ നമഃ എന്നാണ് ഈ 11ാമത്തെ നാമം. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? പഞ്ച തന്മാത്ര, തത് മാത്ര ആണ് തന്മാത്ര. സൂക്ഷ്മ സ്വഭാവത്തോട് കൂടിയത് എന്നുള്ള അർത്ഥം എടുത്താൽ മതി. പഞ്ചം എന്ന് പറഞ്ഞാൽ 5. പഞ്ച തന്മാത്ര സായകം. സായകം എന്ന് പറയാൻ കാരണം, സായകം എന്ന് പറയുന്നത് അമ്പാണ്. അമ്പ് മീൻസ് അസ്ത്രമാണ്. അപ്പൊ എത്ര അസ്ത്രമാണുള്ളത്? സൂക്ഷ്മ സ്വരൂപത്തോട് കൂടിയ 5 അമ്പുകളാണുള്ളത്. കാമദേവന്റെ കയ്യില് 5 അമ്പുകളാണുള്ളത്. അതേ അമ്പുകൾ തന്നെയാണ് ദേവിയുടെ കയ്യിലിരിക്കുന്നത്. തന്മാത്ര, തന്മാത്ര എന്ന് പറയുന്നത് ശബ്ദം, രസം, രൂപം, സ്പർശം, ഗന്ധം, ഇവയാണ് ഈ തന്മാത്ര എന്നതുകൊണ്ട് സാമാന്യമായി ഉദ്ദേശിക്കുന്നത്. ഈ 5 അമ്പുകളാണ് ദേവി ധരിച്ചിരിക്കുന്നത്. പക്ഷെ അത് 5 പുഷ്പബാണങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ദേവിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ 5 അമ്പുകൾ തന്നെയാണ്. അതാണ് പഞ്ച തന്മാത്ര സായകം. സായകം അമ്പ്. നേരത്തെ വില്ലിനെ പറ്റി പറഞ്ഞു. ഇക്ഷു കോദണ്ഡായ നമാന്ന് പറഞ്ഞായിരുന്നു 10ാമത്തെ നാമം. ഇത് 11ാമത്തെ നാമത്തില് പറയുന്നത് പഞ്ച തന്മാത്ര സായകായൈ നമ. സായകം, സായകം എന്ന് പറയുന്നത് എന്താണ്? അമ്പാണ്. അമ്പ്. അമ്പ് എന്തിലേക്ക് വായിക്കുന്നതാണ്? ലക്ഷ്യത്തിലേക്ക് വായിക്കുന്നതാണ്, അല്ലെ? ലക്ഷ്യത്തിലേക്ക് വായിക്കുന്നതാണ്. അപ്പോ ഓം പഞ്ച തന്മാത്ര സായകായൈ നമ. ഇതില് 5 അമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 അമ്പുകൾ എന്ന് പറയുന്നത് ഉരുക്ക് കൊണ്ട്, ഇരുമ്പ് കൊണ്ട്, അലൂമിനിയം കൊണ്ട്, അങ്ങനെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല. 5 അമ്പുകൾ പുഷ്പബാണങ്ങളാണ്. ആ പുഷ്പബാണങ്ങളെ പറ്റി പറയുന്നുണ്ട്. കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, നീലോൽപ്പലം, ഇങ്ങനെ 5 പുഷ്പങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ കമലം എന്ന് പറയുന്നത് താമര, നിങ്ങൾക്കറിയാം. കൈരവം എന്ന് പറയുന്നത് ആമ്പലാണ്. കൽഹാരം സൗഗന്ധിക പൂവാണ്. ഇന്ദീവരം കരിങ്കൂവള പൂവാണ്. നീലോൽപ്പലം എന്ന് പറയുന്നത് നീലത്താമര. ഇതിനെ ചിലപ്പോ ഭക്ഷ്യഭേദങ്ങൾ കാണാം. 5 പുഷ്പങ്ങളുള്ള 5 സായകങ്ങളാണ്. സൂക്ഷ്മമാണ്. അത് മനസ്സിലേക്ക് എയ്യാൻ, അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് എയ്യാൻ, അല്ലെങ്കിൽ എന്തിലേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിലേക്ക് എയ്യാൻ പ്രാപ്തമായിട്ടുള്ള 5 അസ്ത്രങ്ങളെ, 5 അമ്പുകളെ, 5 സായകങ്ങളെ ദേവി കയ്യിൽ ഏന്തിയിരിക്കുകയാണ്. അപ്പൊ ദേവിക്ക് 4 കൈകൾ എന്ന് പറയുന്നു. അത് പിന്നെ നമ്മുടെ ലളിതാ സഹസ്രനാമത്തില് ചതുർബാഹു സമന്വിതായേ നമ എന്ന് പറഞ്ഞിട്ട്, പിന്നെ പറയുന്നത് രാഗസ്വരൂപ പാശാഢ്യായേ നമ, പാശം ധരിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നത് ക്രോധാകാര അങ്കുശോജ്വലായേ നമ, ക്രോധാകാരം കൊണ്ട തോട്ടി ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്? വില്ലേന്തി ഇക്ഷു കോദണ്ഡായേ നമ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഇക്ഷു കോദണ്ഡം പറഞ്ഞിട്ട് മനോരൂപേക്ഷു കോദണ്ഡായേ നമ. അപ്പൊ ഇക്ഷു കോദണ്ഡം, കരിമ്പ് വില്ല് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നു. 5 അസ്ത്രങ്ങള് ദേവിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ദേവിയെയാണ് ഇനി അങ്ങോട്ട് ബാക്കി വർണ്ണിക്കുന്നത്. അപ്പൊ ദേവിയെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലളിതാ സഹസ്രനാമത്തില്. അപ്പൊ ദേവിയുടെ 4 കൈകളായി, കൈകളിലെ ആയുധങ്ങളെ പറഞ്ഞു. അപ്പൊ ഇനി അടുത്തടുത്ത നാമങ്ങളില് ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദേവിയെ നമുക്ക് മനസ്സുകൊണ്ട് ഈ പറഞ്ഞ വർണ്ണനകളിലൂടെ കണ്ട് ജപിക്കാനും മനസ്സിലിരുത്താനും ആസ്വദിക്കാനുമായിട്ടാണ് ഈ ലളിതാ സഹസ്രനാമം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി അടുത്ത നാമവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.